മകരവിളക്കിന് 2 ദിവസം മാത്രം ശേഷിക്കെ ശബരിമലയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. സന്നിധാനത്ത് കഴിഞ്ഞ ഒരാഴ്ചയായി തിരക്ക് കുറവാണ്. ഇന്നും നാളെയുമായി കൂടുതൽ ഭക്തർ എത്തുമെന്നാണ് പ്രതീക്ഷ. മകരവിളക്ക് ദിനത്തിൽ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പന്തളത്ത് നിന്നും ഇന്ന് പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര മകരവിളക്ക് ദിവസമായ ബുധനാഴ്ച സന്നിധാനത്ത് എത്തും. സന്നിധാനത്ത് നിന്നും ശിവദാസ് കന്മനം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശബരിമല സന്നിധാനവും പരിസരവും പൂർണ്ണമായും മകരവിളക്ക് മഹോത്സവത്തിനുള്ള ഒരുക്കത്തിലാണ്. അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഏറെക്കുറെ മിക്ക വകുപ്പുകളുടെയും ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ കൂടുതൽ നിയന്ത്രണവും പരിശോധനയും ഇതുമായി ബന്ധപ്പെട്ട് നടക്കും. അതോടൊപ്പം തന്നെ കടുത്ത നിയന്ത്രണം ഉണ്ട്. അതായത് 35,000 പേർക്ക് മാത്രമാണ് അന്ന് അനുമതിയുള്ളത്. മകരവിളക്ക് ദിവസമായ മറ്റന്നാൾ അനുമതിയുള്ളത്. ഇത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഭക്തരുടെ എണ്ണം നിജപ്പെടുത്തിയിരിക്കുന്നത് 30,000 പേരെ വെർച്വൽ ക്യൂ വഴിയും 5,000 പേരെ മറ്റ് സ്പോട്ട് ബുക്കിംഗ് വഴിയുമാണ് അന്ന് ദർശനത്തിന് അനുമതി നൽകിയിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ 13-ാം തീയതി, അതായത് നാളെ 40,000 പേർക്കാണ് ദർശന അനുമതി ഉള്ളത്. 35,000 പേരെ വെർച്വൽ ക്യൂ വഴിയും 5,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയും ദർശനത്തിന് വേണ്ടി സന്നിധാനത്ത് എത്താം. അതിനുശേഷം മകരവിളക്കിന് ശേഷം 55,000 പേർക്ക് മാത്രമാണ്, അതായത് 15-ാം തീയതി മുതൽ 18-ാം തീയതി വരെയുള്ള ഈ 3 ദിവസങ്ങളിൽ 55,000 പേർക്കാണ് ദർശനാനുമതി ഉള്ളത്. 50,000 പേർക്ക് വെർച്വൽ ക്യൂ വഴിയും 5,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയും ദർശനത്തിന് വേണ്ടി ഇവിടെ എത്താം. ഇതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് മകരവിളക്ക് മഹോത്സവത്തോട് അനുബന്ധിച്ചുള്ള ഈ ദിവസങ്ങളിൽ മറ്റ് ഇടങ്ങളിലെല്ലാം തന്നെ, പ്രത്യേകിച്ച് കാനനപാത അടക്കമുള്ള മറ്റ് ഇടങ്ങളിലെല്ലാം തന്നെ കൃത്യമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മകരവിളക്ക് ദിവസത്തിൽ കാനനപാത വഴിയുള്ള പ്രവേശനത്തിന് അനുമതി ഇല്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റ് എല്ലാ വകുപ്പുകളും ഇതുമായി ബന്ധപ്പെട്ടുള്ള അവസാന ഒരുക്കത്തിലാണ്. കൂടുതൽ ഭക്തർ ഇപ്പോൾ എത്തുന്ന ഭക്തരെല്ലാം തന്നെ ഇവിടെ തമ്പടിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതലായി ഇവിടേക്ക് എത്തുന്നത്. ഇപ്പോൾ എത്തുന്ന ഭക്തർ ഇവിടെ ഈ സന്നിധാനത്തും പരിസരത്തും വ്യത്യസ്ത ഇടങ്ങളിൽ പർണശാല കെട്ടി ഇവിടെ തമ്പടിക്കുന്നുണ്ട്. അവർ ഈ മകരവിളക്ക് ജ്യോതി ദർശനത്തിന് ശേഷമായിരിക്കും മടങ്ങുക. അതുവരെ ഇവിടെ തന്നെ തമ്പടിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഏകദേശം മകരവിളക്ക് ദിവസത്തിൽ ഏകദേശം 1.5 ലക്ഷത്തിൽ കൂടുതൽ ഭക്തർ ഈ മകരജ്യോതി കാണുവാൻ ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ ഒരു കണക്കാക്കൽ. എന്തായാലും ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടുള്ള ഈ അപൂർവമായ ഈ ദൃശ്യം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഭക്തരെല്ലാവരും തന്നെ.